നമ്മൾ ഹീലാവുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണങ്ങാതെ കിടക്കുന്ന ഒരുപാട് മുറിവുകൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പാറ്റേൺസ് ഉണ്ട്. അത് ശരിക്കും നമ്മൾ ഹീലായില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മളിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ അത് പിന്നെയും പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ലൈഫിൽ തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ശരിക്കും ആ ഒരു സൈക്കിള് നമുക്ക് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ടോക്സിക് ആയിട്ടുള്ള പാറ്റേൺസിനെ നമ്മൾ ഹീൽ ചെയ്തേ പറ്റും. അപ്പോൾ അത് ഏതൊക്കെ പാറ്റേൺസ് ആണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം വരുന്നത് അബാൻഡൻമെൻറ്റ് വൂണ്ടാണ്. അതായത് നമ്മൾ ഉപേക്ഷിക്കപ്പെടുമോ എന്നുള്ള ഭയം, അത് കാരണം ഉണ്ടായ ഒരു മുറിവ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്, ഈ അബാൻഡൻമെൻറ്റ് വൂണ്ട് ഫസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ടാവുക നമ്മുടെ നഴ്സറി വെച്ചിട്ടായിരിക്കും അല്ലേ. കാരണം ആദ്യമായിട്ട് നമ്മളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്റ്റേജ് നിങ്ങളൊന്ന് ആലോചിച്ചു. എനിക്കൊക്കെ അത് ഭയങ്കര ഭീകരതയായിരുന്നു. കാരണം അമ്മയുടെ അടുത്ത് നിന്നൊക്കെ ഇങ്ങനെ വലിച്ച് മാറ്റി നമ്മൾ വിളിച്ച് കരഞ്ഞ് എന്നിട്ട് നമ്മളെങ്ങനെ എടുത്തുകൊണ്ട് പോവുകയാണ്. അതൊരു വലിയ ട്രോമയാണ് നമുക്ക്. അതാണ് നമ്മുടെ ആ ഒരു സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു സാധനം. അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് നിന്ന് നമ്മൾ എടുത്ത് ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ എടുത്ത് മാറ്റിയപ്പോൾ, ഇതല്ലാതെ ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ, പക്ഷെ മിക്കപ്പോഴും ഇങ്ങനെ ഒരു രീതിയിലാണ് കുഞ്ഞുങ്ങളെ എടുത്തു മാറ്റുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് അബാൻഡൻമെൻറ്റ് ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ആദ്യത്തെ കുട്ടിയെ അമ്മയുടെ അടുത്ത് നിന്ന് മാറ്റി അപ്പൂപ്പനോടോ അമ്മൂമ്മയോടോ ആക്കുക, ഒരുപാട് സമയത്തേക്ക് പാരൻ്റ് ഇല്ലാതിരിക്കുക. മദർ ഈസ് ദ കീ. അമ്മയാണ്. അമ്മയുടെ അടുത്ത് നിന്നാണ് കാര്യങ്ങളെല്ലാം